ജോലി ചെയ്ത ആൾ, നമ്മളെല്ലാവരെയും പഠിപ്പിച്ച ആൾ, ഇവിടെ പഠിച്ച ആൾ, അത് ഒരുപാട് നോളജുള്ള മിസ്റ്റർ രോഹിത്തിനെ എല്ലാവർക്കും പരിചയപ്പെടും. അപ്പോൾ രോഹിത്തായിരിക്കും എൻ്റെ ക്ലാസ് ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എല്ലാവരും ആശംസിച്ചു. ക്രിട്ടിക്കലായിട്ട് ഫസ്റ്റ് പേര് രോഹിത് എന്നാണ്. കുറച്ച് അത്യാവശ്യം പ്രാക്ടീസ് ഇല്ല, പഠിച്ച ഒരു ഇതുണ്ട്, കുറച്ച് പോരായ്മകളുണ്ടാവും. ഡിസ്കസ് ചെയ്തിട്ട് ഇതാക്കാം. ഇതിൽ ബേസിക്കലി ഒബ്സർവ് ചെയ്യണത് ലഗ്നത്തിൽ സർപ്പമുണ്ട്. ലഗ്നാധിപൻ 6 സ്വക്ഷേത്രവാനായി നിൽക്കുന്നു. 5 വ്യാഴം എഗെയിൻസ്റ്റ് സ്വക്ഷേത്രവാനാണ്. 7 ചന്ദ്രൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നു. പിന്നെ ഇതാണ് സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും ഒക്കെ ആയിട്ടുള്ളത്. ശുക്രനൊരു ശത്രുക്ഷേത്ര സ്ഥിതിയുണ്ട്. സൂര്യൻ ബുധക്ഷേത്രത്തിൽ, സൂര്യൻ്റെ ഒപ്പം ശനിയുണ്ട്, അതിന് ഗുളികനും അഷ്ടമത്തിൽ. പിന്നെ 9ാം ഭാവാധിപൻ 7 ഉച്ചനായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ചന്ദ്രനൊരു സർപ്പശിഖി ബന്ധം വന്ന കാരണം ഒരു അത്ര ഉച്ചനാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ലഗ്നത്തിൽ സർപ്പം ഇത് നീചനാണ്. സർപ്പത്തിൻ്റെ നീചക്ഷേത്രം എന്ന് പറയും. അതായത് വൃശ്ചികം രാഹുവിൻ്റെ നീചക്ഷേത്രം എന്ന് പറയും. സോ ലഗ്നത്തിൽ സർപ്പം നിൽക്കുമ്പോൾ ആൾ ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ട് ആവാനും ചിലപ്പോൾ കണ്ണിന് സ്പെക്സ് വയ്ക്കാനോ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവ് അല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായ ഇത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. സോ ലഗ്നത്തിൽ സർപ്പം വരുന്നുണ്ട്. എന്നാൽ ലഗ്നാധിപൻ 6 അതായത് ചിലപ്പോൾ ഒരു പരാക്രമിയാവാൻ ഒരു ദുർബല ശാരീരികമായി കുറച്ചതാണെങ്കിൽ പോലും ഒരു പരാക്രമ ശേഷിയുള്ള ഒരാളാവാനും ചാൻസ് ഉണ്ട്. സാർ അത് ഞാൻ നോക്കിയിട്ട് എല്ലാത്തിനും കൊടുത്ത് ഒക്കെ ഇതാക്കാനായിട്ട് ചാടാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ലഗ്നത്തിൽ സർപ്പവും 6 ഇതൊക്കെ ചിലപ്പോൾ ഒരു പോലീസ്, പട്ടാളം, ഒരു തസ്കരൻ അങ്ങനെയൊക്കെ ആ ഒരു ഒക്കെ വേണമെങ്കിൽ പറയാം. മാക്സിമം ആയുധം കൊണ്ട് ഒരു പരാക്രമ സ്വഭാവമുള്ള ആയുധം കൊണ്ട് ഇതാക്കുന്ന ഒരു ഇതൊക്കെ വേണമെങ്കിൽ. ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 വ്യാഴം നല്ലതാണ്. അത് ഈ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്, 9ലേക്കും ദൃഷ്ടിയുണ്ട്. വ്യാഴം 5 നിന്നിട്ട് ലഗ്നത്തിലേക്കും. ഈ ജാതകത്തിലെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് 5 വ്യാഴമാണ്. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന വ്യാഴമാണ്. അത് വളരെ പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഈ ജാതകത്തിലുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് 5 വ്യാഴം. അത് ലഗ്നത്തിലേക്ക് നോക്കുന്നു, ലഗ്നത്തിന്റെ 9ലേക്ക് നോക്കുന്നു. ലഗ്നാധിപൻ വർഗോത്തമം ചെയ്തു, അല്ല ഈ വ്യാഴം വർഗോത്തമം ചെയ്തിരിക്കുന്നു. ലഗ്നവും വർഗോത്തമം ചെയ്തു. ലഗ്നാധിപനും ലഗ്നാധിപല്ല വ്യാഴവും ലഗ്നവും വർഗോത്തമം ചെയ്തിട്ടുണ്ട് ഇല്ലേ? പിന്നെ ബുധനൊരു അംശത്തിൽ ബുധൻ ഉച്ചനാണ്. ഇപ്പൊ പൊതുവെ നല്ല സമയം ആവേണ്ടതാണ്. വ്യാഴദശ ആയതുകൊണ്ട് ഒരു വ്യാഴദശയോട് ചേർത്ത് വ്യാഴദശ പൊതുവിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യേണ്ട ഒരു ദശയാണ്. പത്തില് ശുക്രൻ കർമ്മ വല്ല സയൻസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കല അങ്ങനെ ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഒരു ചെറിയ സൂര്യൻ ഒരു ശത്രുക്ഷേത്ര സ്ഥിതി ഉണ്ട് അവിടെ. ശുക്രൻ 7ഉം 12ഉം ഭാവാധിപനാണ്. 7 എന്ന് പറഞ്ഞാൽ ഭാര്യ, സുഹൃത്തുക്കൾ. ഓക്കെ, അപ്പൊ 7 അവിടെ ഇതായി. 7ാം ഭാവാധിപനുമാണ്, കാരക ഗ്രഹമാണ്. ഇവിടെ 7 ചന്ദ്രനും ബുധനും ശിഖിയും. ബുധന്റെ ശത്രുവാണ് ചന്ദ്രൻ അല്ലേ? അവിടെ കേതു കൂടി നിൽക്കുന്നു. അവിടെ കേതു അവിടെ ആരാണ്? നീചനാണ് അല്ലേ? കേതു നീചനാണ്. രാഹു കൂടെ നീചനാകുമ്പോൾ കേതു അവിടെ നീചനാണ്.
അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മളിലുള്ള പോയിന്റ്സ്, ഓരോ പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്തു. ലഗ്നം വർഗോത്തരം ചെയ്തിട്ടുണ്ട്, 5-ാം ഭാവാധിപൻ വർഗോത്തരം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നവാംശകത്തിൽ 11 ബുധൻ വന്നിട്ടില്ല. ശനിയും വർഗോത്തരം ചെയ്തിട്ടുണ്ട്. ഗുളികനുമുണ്ട്, ശനിയും ഗുളികനും വർഗോത്തരം ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നൊരു എന്താ വെച്ചാൽ ലഗ്നാധിപൻ 6 നിന്നിട്ട് സ്വക്ഷേത്രത്തിൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് കേട്ടോ. ലഗ്നാധിപൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിലെ സർപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും. പൊതുവേ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിലും ഈ ചൊവ്വയുടെ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഒരു ഇത് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഇതുണ്ടാവും. ഈ ജാതകം കണ്ടാൽ എങ്ങനെ തോന്നും? നല്ല ജാതകമായിട്ട് തോന്നുന്നു, ചീത്ത ജാതകമായിട്ട് തോന്നുന്നു? വ്യാഴം ബലവാനായതുകൊണ്ട് പറയും, അഭിപ്രായം പറയും. അഭിപ്രായം പറയും, ഒരു അഭിപ്രായം. 8-ാം ഭാവത്തിൽ 8-ലെ ശനി നല്ലതാന്ന് പറയും. 8-ലെ ശനി ദീർഘായുസ് ഉണ്ടാവും പറയും. 8-ലെ ശനി വർഗോത്തമം ചെയ്ത് നിൽക്കുന്നുണ്ട്. 8-ലെ സൂര്യൻ നല്ലതല്ല. അഷ്ടമത്തിലെ സൂര്യൻ നല്ലതല്ല. സൂര്യന് ശരിയും ശത്രുക്കളാണ്. അത് അഷ്ടമത്തിൽ ബന്ധമുണ്ട്. ശരി അഷ്ടമത്തിൽ നിന്നുകൊണ്ട് ദീർഘായുസ് എന്ന് പറയാം. അല്ല അല്ല. ഈ വ്യാഴം 5-ൽ വന്നു കഴിഞ്ഞാല് പ്രോസ്പെറസ് കുറച്ച് ഒബീസിറ്റി, വെയിറ്റ് ഇഷ്യൂസ് ഒക്കെ വരാനും ഒരു ചാൻസ് വേണമെങ്കിൽ പറയാം. വ്യാഴദശയിൽ കുറച്ച് വ്യാഴത്തിനെ സംബന്ധിച്ച മറ്റെന്താ പറയുക, ഡയബറ്റിക് അങ്ങനെയൊക്കെ വരാൻ വ്യാഴത്തിൻ്റെ അപ്പം 5 ഉദര വയറാണല്ലോ 5 അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ വ്യാഴം പ്രോസ്പെരിറ്റി ആണെങ്കിലും ശാരീരികമായി കുറച്ച് ഒക്കെ വ്യാഴദശയിൽ ബിക്കോസ് ഓഫ് ഫുഡ് ഹാബിറ്റ്സിൻ്റെ എന്തിനൊക്കെ വരാൻ ചാൻസ് പറയാം. കൊളസ്ട്രോൾ അദ്ദേഹത്തിനെ പറ്റി പറയാൻ പറ്റുമോ? നല്ല വിദ്യാഭ്യാസം. 2-ാം ഭാവാധിപൻ ഇദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ പഠിച്ച ഒരാളാണ്. അത്രയും നോളജുള്ള ആളാണ്. പക്ഷേ ഈ നോളജൊന്നും പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാത്ത ആളാണ്. നോളജ് ഇഷ്ടമാതിരിയുണ്ട്. പിന്നെ പുള്ളി സ്വന്തമായിട്ടല്ലാതെ വേറൊരാളുടെ താഴെ വർക്ക് ചെയ്യല്ല. ലഗ്നം വർക്കൊന്നും ചെയ്തില്ലേ? പുള്ളി ഞാൻ വേറെ ഒരാളുടെ വീട്ടിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യല്ല. പുള്ളി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റേ വർക്ക് ചെയ്യുള്ളൂ. അവിടെ ചെയ്താൽ പുള്ളി ഫെയിലിയർ. അതെന്താണെന്ന് ചോദിച്ചു. പുള്ളി സ്വന്തമായി ചെയ്താൽ സ്വന്തമായേ ചെയ്യുള്ളൂ. അപ്പോൾ രോഹിത് വളരെ ടോപ്പിലാണ്. രോഹിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് പറ്റില്ല. രോഹിത്തിന് പേരില്ല, രോഹിത്തിന് ഒഴിവാക്കും. പിന്നെ ഒറ്റയ്ക്ക് തുടങ്ങിയാൽ പുള്ളിക്ക് പറ്റില്ല. വേറൊരാളുടെ തലയെടുപ്പ്. ഞാനൊരു വലിയ ആളാണ്. പിന്നെ ഇത് അദ്ദേഹം ഭാര്യയായിട്ട് അകന്ന് ജീവിക്കുന്ന ഒരാളാണ്. വൈവാഹിക പ്രശ്നം 7-ല് ഈ സർപ്പത്തിന്റെയും ശിഖിയുടെയും ബന്ധം വന്നു കഴിഞ്ഞാല് നോക്കുകയാണെങ്കിലേ ഇതിപ്പോ ഗ്രഹണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് ഉണ്ടാവാനേ വഴി ഉണ്ടാവുള്ളൂ. കറുത്ത വാവിലേക്ക് പോകണം അല്ലേ? ചന്ദ്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ കറുത്ത വാവായി. ചതുർദശി കറുത്ത വാവ് കഴിഞ്ഞിട്ടുള്ള അതായത് സർപ്പം ശിഖി ചന്ദ്രൻ സൂര്യൻ ഈ വരുന്നൊരു കോമ്പിനേഷനെ ഗ്രഹണാവസ്ഥ എന്നാണ് പറയുക ആക്ച്വലി. അപ്പോൾ ഈ ചന്ദ്രൻ ഇവിടെ ഒരു കർത്താവ് കഴിഞ്ഞ് ഇങ്ങോട്ട് സൂര്യൻ, അതായത് ചന്ദ്രൻ ഇങ്ങോട്ട് പോകുമ്പോൾ കർത്താവ് ആവാൻ പോയി, കർത്താവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആക്ച്വലി.
മനസ്സ് നല്ലതായിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഇയാള് ദ്വാദശി കൃഷ്ണപക്ഷത്തിൽ ജനിച്ച ദ്വാദശി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ബലം കുറഞ്ഞു ത്രയോദശി ചതുർദശി കർത്തമാവ്. അല്ല, മനസ്സ് നല്ലതായിരിക്കും. പക്ഷെ എന്താ വെച്ചാല് അതെ ലഗ്നത്തിലെ രാഹു ഇതിന്റെ ഒക്കെ ഒരു ഫലം തരണമല്ലോ, അതൊക്കെ ഒന്ന് കുറയും ആക്ച്വലി. അത് ലഗ്നത്തിലെ രാഹു ശുദ്ധാത്മാവാണ്, ദൈവവിശ്വാസിയാണ്. രാഹു വരുമ്പോൾ ഒരു എപ്പോഴും ഒരു ഇൻട്രോവേർട്ട് ഒരു ആക്ച്വലി ഇത് ലഗ്നം ബാക്കി എല്ലാതും ഉണ്ടെങ്കിലും ലഗ്നത്തിലെ രാഹു ഒത്തിരി ഇതാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, ഈ വൃശ്ചിക ലഗ്നം അത് സ്വാഭാവികമായിട്ട് വളരെ ടോപ്പ് ലെവലിൽ പോകുന്ന ആൾക്കാരാണ്. വൃശ്ചിക ലഗ്നം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരും വൃശ്ചിക ലഗ്നമോ അല്ലെങ്കിൽ വൃശ്ചിക കൂറോ അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പുള്ളി ഒരുപാട് ടോപ്പിലേക്ക് പോയ ആളാണ്. പുള്ളി ഇപ്പോൾ ടോപ്പിലല്ല. ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർമാരൊക്കെ അങ്ങനെയാണ്, വളരെ ടോപ്പിൽ പോയിട്ട് ഒന്നുമല്ലാതായ അവസ്ഥകളുണ്ട്. ഈ പുള്ളി അങ്ങനെ ഒന്നുമല്ലാത്തൊരു അവസ്ഥയിൽ എത്തി. ഫാമിലി കൂടെ ഇല്ല, പിന്നെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ്. പിന്നെ പുള്ളിക്ക് വേറൊരു ഒരു ഹാബിറ്റും കൂടി ഉണ്ട്, അത് ഇതിൽ പറയാൻ പറ്റുമോ? ഡ്രിങ്ക്സ്, പിന്നെ സ്മോക്കിങ്. പിന്നെ പുള്ളിക്ക് വേറൊരു ഹാബിറ്റും കൂടി ഉണ്ട്, കള്ളമേ പറയുള്ളൂ. ഒരു തസ്കര ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ രാഹുവും ചൊവ്വയും കൂടിയിട്ട് 6 വന്നു കഴിഞ്ഞാൽ ഒരു തസ്കര സ്വഭാവം, ഒരു കള്ളത്തരാണ് മുഴുവൻ നമുക്ക് പറയാം. രാഹു വന്നു കഴിഞ്ഞാൽ മദ്യപാനം പറയാം. മദ്യപാനം, ഡ്രിങ്ക്സ്, സ്മോക്കിംഗ്, പിന്നെ മെറ്റീരിയലിസ്റ്റിക്സ്, അതായത് അംബിഷൻസ് വേണമെങ്കിൽ പറയാം. പക്ഷെ കൂടുതലും അല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നല്ല കാറ്, വാഹനം, ഡ്രസ്സ്, ചമ്മഞ്ഞൂരിങ്ങ അങ്ങനെയൊക്കെ, അതൊക്കെ രാഹുവിന്റെ പോകും. ഒന്നുകിൽ ആനപ്പുറത്ത് പോകും, അല്ലെങ്കിൽ നിലത്ത് അഴഞ്ഞു പോകും. 2 ലെവലേ ഉള്ളൂ. രാഹുവിന് പിന്നെ എല്ലാം വേണമെന്നുണ്ടെങ്കിലും അതൊരു അസുരത ഏത് ലെവലിൽ വേണമെങ്കിലും തന്നേക്കാൾ താഴേക്കിടെയുള്ള ആൾക്കാരുമായുള്ള കൂട്ടുകെട്ടുകളൊക്കെ വേണമെങ്കിൽ രാഹു വെച്ച് പറയാം ആക്ച്വലി. പിന്നെ ഫോറിൻ കൂട്ടുകെട്ട് പറയാം. ഇഷ്ടം, അതായത് അന്യ ഭാഷയാവാം, അന്യ റിലീജൻ ആവാം, അന്യ ദേശമാവാം. അതൊക്കെ ഓൺലൈനാണ് പുള്ളി ചെയ്യുന്നത്. രാഹുവിനെ വെച്ച് പറയാം. കർമ്മരംഗം നല്ലത് മറ്റേ ശത്രുക്ഷേത്രത്തിലാണ്. പക്ഷെ ഇതിൽ കർമ്മരംഗത്തെക്കാട്ടും കൂടുതൽ ഇയാളുടെ ഇത് നല്ല. പക്ഷെ എപ്പോഴും ഈ ചൊവ്വേനെ വെച്ച് പറയുമ്പോൾ ചൊവ്വേനെ വെച്ച് പറയുമ്പോഴേ ചൊവ്വ ഒരു കാരാഗ്രഹവാസനാണ് ചൊവ്വ. അതായത് പട്ടാളവും ഇതിലൊക്കെ ഉച്ചനുള്ള ഒക്കെയാണ് ഈ ചൊവ്വ വേണമെന്ന് പറയും. പക്ഷെ ചൊവ്വയ്ക്ക് എപ്പോഴും ഒരു ബന്ധനാവസ്ഥയാണ്. അതായത് എപ്പോഴും നമ്മൾ ഒരാളുടെ അടിയിൽ നിന്നുള്ള, ഞാൻ സാറ് പറഞ്ഞില്ലേ, അത് എപ്പോഴും നമ്മൾ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പം ഈ ആർമി ഓഫീസേഴ്സ് ഒക്കെ ചൊവ്വ നല്ലതായിരിക്കും. പക്ഷെ അതെന്താ വെച്ചാൽ അവരൊരു കാരാഗ്രഹ, ഒരു ചിട്ടക്കൂടിൻ്റെ ഉള്ളിൽ രാവിലെ എണീക്കണം, ഡിസിപ്ലിൻ. സോ ചൊവ്വ ഇതാകുമ്പോൾ ഒരു ഡിസിപ്ലിൻ, അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചറൊക്കെ ഭയങ്കര ഇതായിട്ട് വരും ആക്ച്വലി. അപ്പോൾ ഈ ചൊവ്വ ലഗ്നാധിപൻ ചൊവ്വ സ്വക്ഷേത്രത്തിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചർ ഇതായി നടക്കാം. പിന്നെ ഈ രാഹു ഉള്ളത് കാരണമാണ് രാഹു അലമ്പ് കളിക്കും ആക്ച്വലി അതിൻ്റെ ഇടയിൽ. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റുമാണ്, ശത്രുക്കളായത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് കുറച്ച് നാൾ ഇയാൾ നല്ല രീതിയിൽ നടക്കും. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. രാഹു പവർ ആകുമ്പോൾ അയാൾ അതുവരെ ഡെവലപ്പ് ചെയ്ത അയാളുടെ എല്ലാതും തട്ടിമറിച്ച് അയാൾ വേറൊരു രീതിയിലേക്ക് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് അതിലൊരു തെറ്റ് തോന്നിയിട്ട് തിരിച്ചയാൾ നല്ല ഇതിലേക്ക് വരും. സോ ഇറ്റ് ബി ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ലൈഫ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നാൾ അയാൾ നല്ല രീതിയിൽ പോകും. അപ്പോൾ രാഹു നീ എന്തിനാ അത് പോണേ, അപ്പോൾ രാഹു ട്രിഗർ ആവും. അപ്പോൾ രാഹു ട്രിഗർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് ഒരു കുറ്റബോധം തോന്നും. ഇത് ഈക്വലി പവർഫുൾ. ഷഷ്ടാഷ്ടമത്തിൽ 6, 8 രാഹുവും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് വ്യാഴം നിൽക്കണ കാരണം മേ ബി വിൽ സെയിൽ ത്രൂ അതില്ലാണ്ട് അയാളുടെ ഒരു കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ ചാൻസസ്. മാനസിക സംഘടന അയാൾ ക്ലിയർ ആയിരിക്കും ചില സമയങ്ങളിൽ, ബട്ട് ദെൻ ചില സമയത്ത് ജസ്റ്റ് ലൂസസ് ഇറ്റ് ആക്ച്വലി. അത് ഓരോ ഇതിൻ്റെ പവർ അനുസരിച്ചിട്ട് അയാൾക്ക് ഇത് പോകും. പിന്നെ 7 ഇത് കാരണമാണ് ഈ രാഹു ശിഖി ബന്ധവും ക്ഷീണചന്ദ്രനും ആയതുകൊണ്ടാണ്. ഈ ചന്ദ്രന്റെ ഉച്ചനാണെങ്കിലും ഇതിനൊരു നീചനായി അതൊരു പക്ഷബലമില്ലാത്ത ചന്ദ്രനാണ്.
പക്ഷെ പിന്നെ ബുധന്റെ ബന്ധം, ബുധന്റെ ബന്ധം, കേതുവിന്റെ ബന്ധം, അതൊക്കെ നേരെ ലഗ്നത്തിലേക്ക് നോക്കല്ലേ, എഴുതി നിൽക്കുന്ന ആളൊക്കെ ലഗ്നത്തിലേക്ക് നോക്കല്ലേ. എല്ലാ ലഗ്നത്തിലേക്ക് ചൊവ്വയെ നോക്കണ്ടേ, എല്ലാ ഗ്രഹങ്ങളും, ഈ എല്ലാ ഗ്രഹങ്ങളും ബുധന്റെ അഷ്ടമാധിപനായ ബുധൻ അവിടെ ക്വാളിഫിക്കായി. പിന്നെ 7ാം ഭാവം 10ലും ബലമില്ലാതെ ഇതില് 4ാം ഭാവാധിപൻ, അയാളുടെ ഫാമിലി, 4ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി. അപ്പോൾ അതായിരിക്കാം ഫാമിലി വൈസ് ഇഷ്യൂസ് വരാനുള്ള കാരണം. കാരണം ഫാമിലി സൈഡ് ശത്രു, ഇയാള് കുടുംബത്തിനും ശത്രുവാണ്, ഫാമിലിക്കും ശത്രുവാണ്. കല്യാണം കഴിച്ചിട്ടും രക്ഷയില്ല, കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ സാറേ ഉറക്കെ പറയും, ബിജു സാറെ ഉറക്കെ പറയും, നമ്മൾ അഭിപ്രായം പറയണം. നമ്മൾ ഈ ബുധൻ എന്താണെന്നറിയോ, ഈ ബുധനുള്ളൊരു കുഴപ്പം എന്താ വെച്ചാലേ, പാപനോട് ചേരുന്ന ബുധൻ പാപനാവും. പിന്നെ ബുധൻ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, രാഹുവിന്റെ കൂടെ ഒക്കെ ബുധൻ കൂടിക്കഴിഞ്ഞാൽ ബുധൻ ഭയങ്കരമായിട്ട് പോവും അതിൽ ആക്ച്വലി. കാരണം വെച്ചാല് ഈ ബുധനെ പ്രിൻസ് എന്നാ പറയാ, രാജകുമാരൻ എന്നാ പറയാ. അപ്പൊ രാജകുമാരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ രാഹു എന്നിട്ട് പറഞ്ഞ ഇവിടെ നമുക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സോ അഷ്ടമം ശരീരത്തിന് രാഹുവിന്റെ എഫക്ട് വരുമ്പോ ശരീരം ഒന്നും നോക്കില്ല കണ്ടുപിടിക്കാനായിട്ട് പോകുമ്പോ. രാഹുവിന്റെ ദൃഷ്ടി ഉണ്ടല്ലോ, രാഹു ദൃഷ്ടിയോ രാഹുവിന്റെ പ്രസൻസോ മതി. രാഹുവിന് 7ക്ക് പൂർണ്ണ ദൃഷ്ടി എടുക്കും ആക്ച്വലി. പിന്നെ 5ക്ക് വിശേഷ ദൃഷ്ടി ഉണ്ട് ആക്ച്വലി. പൂർണ്ണ ദൃഷ്ടി മാത്രം എടുത്താൽ മതി ആക്ച്വലി. അപ്പൊ അഷ്ടമത്തിന് നോക്കില്ല, കാരണം അഷ്ടമാധിപനെയും ദൃഷ്ടി വെച്ചിരിക്കുക രാഹു. അപ്പൊ ശരീരം നോക്കാണ്ട് മറ്റേ രാഹു പോകുന്ന വഴികളിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു യോഗമാണ്. കള്ളു കുടിക്കുക, ശരീരം നോക്കില്ല. ഇവൻ ചന്ദ്രന് പക്ഷബലവും ഇല്ല. സാർ ഇത് ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യണം സാറ്? ട്രാവൽ ആൻഡ് ടൂറിസം. പുള്ളി ആയാട്ട ഇന്റർനാഷണൽ പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ് പാസ്സായ പഠിപ്പിലൊക്കെ. ട്രാവൽ ആൻഡ് ടൂറിസം ഇന്റർനാഷണൽ പരീക്ഷ, അതിവിടെ നമ്മൾ ട്രെയിനിങ് കാണിച്ചിട്ട് പരീക്ഷ എഴുതി, ഇന്റർനാഷണൽ പരീക്ഷ എഴുതിയിട്ട് അതിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണ്. ഇന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഇന്നയാളുടെ ബർത്ത്ഡേ കൂടിയാണ്. 5 ഇനി ഇയാള് രക്ഷപ്പെടും. അങ്ങനെ ഇയാളിപ്പോ നേരത്തെ രോഹിത് പറഞ്ഞ മാതിരി ഏതാണ്ടൊരു ജയിലിലാണ് ഇപ്പൊ. ഏതാണ്ടൊരു ജയിലിലാണ്. ജയിലിൽ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, ഹോസ്പിറ്റൽ പുള്ളി മാനസികമായിട്ടുള്ള ഇഷ്യൂ ആണ്. മെന്റലി പ്രോബ്ലം ആണ്. രാഹു ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രാന്താക്കുന്നൊക്കെ ഒരു ലൈക്ക്. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് ഒരു 6 മാസം ഇങ്ങനെ പോയാൽ ഒരു 6 മാസം പിന്നെയും പഴയ. ഈ ലഗ്നത്തിലെ രാഹുവിന്റെ ഒരു വിശേഷം എന്താണെന്നറിയോ, രാഹുവിന് തല മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ പവറും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ലോഡ് ആവുക. അപ്പൊ എന്താ വെച്ചാല് ഫുൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അനാവശ്യം ഒക്കെ ഇങ്ങനെ ആലോചിച്ച്. കാരണം വേറെ ശരീരമില്ലല്ലോ, അപ്പൊ ഒറ്റ ഓർഗനേ വർക്ക് ചെയ്യുള്ളൂ, അത് ബ്രെയിനാണ്. ഏതാ
ഫുൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും, അത് ചെയ്തെന്ത് ഇത് ചെയ്തെന്താ അങ്ങനെ എന്താ അതെന്ത് ഇങ്ങനെ ആയ അതെന്ത് ഇങ്ങനെ ആയ. അത് നീചനും കൂടി ആകുമ്പോൾ ഫുള്ള് നെഗറ്റീവ് തോട്ട്സാണ് ഉള്ളിൽ. അതുകൊണ്ട് അബദ്ധങ്ങൾ. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാൻ വല്ല ചിലപ്പോൾ അതിനൊക്കെ ഡ്രിങ്ക്സ് പോയാൽ ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള അങ്ങനെയൊക്കെ ലഗ്നത്തിലെ രാഹുവിന് അങ്ങനെ ഒരു വൃശ്ചികത്തിന് സ്വയം കൃതാനർത്ഥം, സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രശ്നം. അതെ അതെ വൃശ്ചിക ലഗ്നത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. സ്വയം കൃതാനർത്ഥം, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് അവനവൻ്റെ ദോഷം വരുത്താം. അല്ല, പുള്ളി ടൂറിൽ ടോപ്പിലാണ്, ഇന്ത്യക്ക് ടോപ്പിൽ കോടിയുടെ ബിസിനസ് ചെയ്താണ്. അങ്ങനെയല്ല. അതിലെന്താ വെച്ചാല് അതില് ഒരു ഇതെന്ന് വെച്ചാൽ വ്യാഴത്തിന് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ഉണ്ടെങ്കിലും വ്യാഴവും ലഗ്നാധിപനും തമ്മിൽ ലഗ്നാധിപന്റെ 12 വ്യാഴം. ഈ വ്യാഴം ഈ ലഗ്നാധിപന്റെ 12 നിൽക്കുന്നത്. ആ വ്യാഴം, നല്ല വ്യാഴം ലഗ്നത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലഗ്നാധിപനെ വെച്ച് നോക്കുമ്പോൾ ലഗ്നാധിപന്റെ 12 അപ്പൊ ഇവര് തമ്മിൽ ഒരു താൽക്കാലിക ശത്രു സ്ഥിതി വരും. ആക്ച്വലി താൽക്കാലിക ബന്ധു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും ഗ്രഹം 11 വന്നു കഴിഞ്ഞാൽ അങ്ങനെ. അപ്പൊ ഈ അതാ പറഞ്ഞ നമ്മളെപ്പോഴും ഒരു നോക്കുമ്പോൾ ലഗ്നാധിപനെ വെച്ച് അയാൾക്കുള്ള കണക്ഷൻ വെച്ച് നോക്കണം. അപ്പൊ ഈ വ്യാഴം ഇവര് തമ്മിൽ പൊതുവെ ബന്ധുക്കളാണെങ്കിൽ പോലും ഭാവസ്ഥിതിയിൽ ഈ വ്യാഴം ഇതിന് ഉപദ്രവം ചെയ്യുന്നതാണ് ആക്ച്വലി. മനസ്സിലായില്ലേ? അപ്പൊ ഈ ലഗ്നാധിപനെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഈ 12 നിൽക്കുന്നതുകൊണ്ട്. 12 നിന്നുകൊണ്ട് നല്ല ചെയ്യില്ല ആക്ച്വലി. അപ്പൊ പൊതുവേ ലഗ്നത്തിന് നല്ലതാണെങ്കിൽ പോലും ലഗ്നാധിപന് ഈ വ്യാഴം കേടാണ് ആക്ച്വലി. അതുകൊണ്ടാണ് പല സമയങ്ങളിലും സ്വക്ഷേത്രാവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ പോലും അതിന് ഫലം കിട്ടാതെ പോകുന്നത്. വേറൊരു കാര്യമുണ്ട്, പുള്ളിയുടെ കാര്യത്തിനൊന്നും മുടക്കില്ല. ഏത് കണ്ടീഷനിൽ പോയാലും ഈസി ടോപ്പ്. അതെ, പുള്ളിയുടെ നോക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്. പക്ഷെ ലഗ്നത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കുടുംബത്തിന് ദോഷമാണ്, ഭാര്യ വീട്ടിലെ ദോഷമാണ്, ഇടപെടുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ലഗ്നാധിപൻ ചൊവ്വ ആയതുകൊണ്ട് ഈ 6 പൊതുവെ 6 എന്ന് പറഞ്ഞ ദുസ്ഥാനവും അവിടെ പൊതുവെ മറ്റേ അശുഭഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശത്രുക്കളും രോഗ ദുഃഖ ദുരിത കടം എന്നാണ് അല്ലേ? രോഗ ദുഃഖ ദുരിത കടം എന്നാണ്. അപ്പൊ ലഗ്നാധിപൻ 6 പോയി കഴിഞ്ഞാൽ കളവ് പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റും. പരാക്രമ ബുദ്ധി അത് ജയിക്കുകയും ചെയ്യും അയാള്. പുള്ളി പറയുന്നതിലേക്ക് ആൾക്കാർ കൊണ്ടുവരാനുള്ള ഒരു ഇതൊക്കെ പുള്ളി ജയിക്കും. അതെ, പക്ഷെ പുള്ളി ജയിക്കുമ്പോ മറ്റുള്ളവർ തോറ്റു പോകും. പുള്ളി ജയിക്കുള്ളൂ ആക്ച്വലി. ശത്രുതയിലേക്ക് പോകും. പുള്ളി ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യും. ചന്ദ്രൻ രാഹു ബന്ധം വന്നാൽ തന്നെ ഒരു മാനസിക പ്രശ്നം പറയാം. പിന്നെ രാഹു തലയായതുകൊണ്ട് തലക്കാണ് പ്രയാസം അല്ലേ? അതെ. പിന്നെ ഇവിടെ നവാംശത്തിൽ ബുധൻ ഉച്ചതായതുകൊണ്ട് 11-ാം ഭാവം ഇഷ്ടമാതിരി കാശുണ്ടാവും. പക്ഷേ വെക്കം അഷ്ടമത്തിൽ രവി വെച്ചിട്ട് ആൾക്ക് വേണമെങ്കിൽ ഒരു സ്പൈനൽ കൂടെ അസ്ഥിപരമായിട്ടൊക്കെ വേണമെങ്കിൽ ബോഡി വീക്ക് ആവുക, ക്ഷയിക്കുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് ടയർഡ് ആവുക അങ്ങനെയൊക്കെ. അഷ്ടമത്തിലെ ഗുളികനും മോശം തന്നെയാണ്. അഷ്ടമത്തിലെ ഗുളികൻ ആയുസിന്. അഷ്ടമത്തിൽ പക്ഷെ ശനി ഉള്ളതുകൊണ്ട് ഇത് രണ്ടും ശനിയും ശനിയുടെ പുത്രനാണല്ലോ ഗുളികൻ. ശനിക്ക് മൗഢ്യം ഉണ്ടോ? ശരിക്കും മൗഢ്യം ഉണ്ടാവും. രണ്ടും ഒരേ അംശത്തിലുള്ള ഉണ്ടോ? ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അംശകം നോക്കി കഴിഞ്ഞാൽ സൂര്യൻ ഇതിലും മൗഢ്യം ഉണ്ടോ? അപ്പൊ സൂര്യനെ വെച്ച് പറയാം. അല്ല, ഇയാള് എന്റെ ചോദ്യം അങ്ങനെയല്ല. ഇയാള് ജീവിക്കുമോ അല്ല മുമ്പോട്ട് പോവോ അല്ല ഇവിടെ നിർത്തുമോ? വ്യാഴദശ കഴിഞ്ഞാൽ ഇയാൾക്ക് വരുന്നത് ശനി ദശയാണ് അല്ലേ? ഇപ്പൊ വ്യാഴദശയാണ് ഇപ്പൊ നടക്കുന്നത്. വ്യാഴദശ എപ്പോഴും വരെ ഉണ്ടെന്ന് അല്ല, സെപ്റ്റംബർ തീരുമോ? തീരുവോ? തീരില്ല.
വ്യാഴദശ സാറ് ലഗ്നാധിപന്റെ 12-ൽ നിൽക്കുന്ന വ്യാഴ ഇത് കാരണം വ്യാഴദശയിൽ വ്യാഴദശ വ്യാഴദശ ചൊവ്വ രാഹു 2030 വ്യാഴദശ തീരും. 2030 ജനുവരി 22. വ്യാഴം മാരകഗ്രഹണം കൂടെ 2ാം ഭാവം. അല്ല മാഷെ, ഈ നവാംശത്തിലെ 8-ല് ചൊവ്വയുണ്ടല്ലോ, അത് നല്ലതല്ലേ? ചൊവ്വ 8-ല് ചൊവ്വ മോശമാണ്. പിന്നെ ലഗ്നാധിപൻ എന്നുള്ള ഒരു ഇത് കൊടുക്കാന്നേ ഉള്ളൂ. എന്നാലും അഷ്ടമ ചൊവ്വ മോശമാണ്. ശാരീരികമായ സാർ ഈ ലഗ്നാധിപന്റെ 12-ൽ നിൽക്കുന്ന വ്യാഴായതുകൊണ്ടും പിന്നെ പറഞ്ഞ പോലെ മാരകസ്ഥാനാധിപനും കൂടിയാണ് 2ാം. ഞാൻ ചോദിക്കുന്നത് വ്യാഴദശ കടക്കോ ഇല്ലയോ അതാ പറഞ്ഞേ, ചിലപ്പോ 12-ലെ വ്യാഴായതുകൊണ്ട് ഒരുപക്ഷെ ചാൻസസ് ഉണ്ട്. മാരകസ്ഥാനാധിപനും ലഗ്നത്തിന്റെ 12-ൽ നിൽക്കുന്നത് ചാരവശാല 7.5 ശനി തുടങ്ങും. ചാരവശാല ഇപ്പോൾ 7.5 ശനി തുടങ്ങുമല്ലോ. 2027 ജൂൺ മാസത്തിൽ 7.5 ശനി തുടങ്ങും. 7.5 ശനി നീചനായിട്ട് വരും അല്ലേ? 2027 7.5 ശനി തുടങ്ങൂല്ലേ? 7.5 ശനി തുടങ്ങും. മേടത്തില് 2027 ജൂണില് മേടത്തിലാണ് ശരി. അത് ആ 2.5 വർഷം കിടക്കുമോ എന്നുള്ള എൻ്റെ ചോദ്യം. സംശയം ജന്മ ശരിയല്ലല്ലോ, ചന്ദ്രന്റെ 12-ലല്ലേ? ജന്മശരി. മേടത്തിലെ ശരി നീചരാണല്ലോ. അത് ചൊവ്വയുടെ വീടല്ലേ, നീചരാണ്. മേടത്തില് ശനി കൂടുതൽ ദോഷം ചെയ്യും. കാരണം എന്താ വെച്ചാല് 9ഉം 10ഉം ഭാവാധിപത്യം വഹിച്ചിട്ടുള്ള, അതായത് ഈ കൂറുകാർക്ക് 9ഉം 10ഉം ഭാവാധിപത്യം വഹിച്ചിട്ടുള്ള ശനി 12-ല് നീചക്ഷേത്രത്തില്, പിന്നെ 12-ല് നീചനാന്നുള്ളൊരു ചെറിയൊരു ചിലപ്പോ അവിടെ അങ്ങനെ ഒന്നുമില്ലാണ്ട് ശക്തിയില്ലാണ്ട് അവിടെ കിടക്കും. 12ാം ഭാവമല്ലേ നീചന. വേറെ എനിക്കൊരു ചോദ്യം സംശയമുണ്ട്. ഇയാൾ നാട് വിട്ടു പോയാൽ രക്ഷപ്പെടും? നാട് വിട്ടു പോയാൽ രക്ഷപ്പെടും? ഇയാളത് നാട് വിട്ട് അന്യദേശത്ത് നല്ലൊരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ച് വന്ന നല്ല ജോലി ദുബായ്. ഞാൻ അഡ്വൈസ് ചെയ്തിട്ടാണ് ഇയാൾ നാട് വിട്ട് നല്ല നല്ല ചില ഈ 10ാം ഭാവാധിപൻ 12 അവിടെ എവിടെയാ? 10ാം ഭാവാധിപൻ 10. ഇയാളുടെ കർമാധിപൻ പോയിട്ട് ഇയാളുടെ ലഗ്നത്തിന്റെ അഷ്ടമത്ത് പോയില്ലേ? കർമാധിപൻ സൂര്യനല്ലേ? കർമാധിപൻ സൂര്യൻ പോയിട്ട് ലഗ്നത്തിന്റെ അഷ്ടമത്ത് പോയില്ലേ? 6, 8, 12 ലഗ്നം പോയി കഴിയാൻ ജനിച്ച നാട് വിട്ട് വേറെ സ്ഥലത്ത് പോയി ജീവിച്ചു. പക്ഷെ അവിടെ പോയിട്ട് വേണ്ടാന്ന് വെച്ച് തിരിച്ചു വന്നാണ്. ഞാൻ കണക്ക് കൂട്ടിയിട്ട് രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറഞ്ഞു. വ്യാഴദശ കടന്നു വിട്ടാണെങ്കിൽ വ്യാഴദശ മാറുമ്പോഴത്തേക്ക് മറ്റേത് വരില്ലോ, ഈ 7.5 ശനി തുടങ്ങൂല്ലോ. 7.5 ശനി മിക്കവാറും ജന്മശനിയിൽ കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മേടത്തില് ശനി പൊതുവെ നീചനായതുകൊണ്ടും പിന്നെ 12ാം ഭാവമല്ലേ, അപ്പൊ ശനിക്ക് നീച സ്ഥിതിയിലൊരു സ്ഥലമാണല്ലോ മേടം. അല്ല, അത് 12 ഈ കൂറുകാർക്ക് 12ാം ഭാവാധിപനാണല്ലോ. 12 പൊതുവെ ഒരു നെഗറ്റീവ് എന്ന് പറയാം. അതിലൊരു നെഗറ്റീവ് വരുമ്പോ പോസിറ്റീവ് അല്ല, വലിയ ഉപദ്രവം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ചാരവശാൽ നോക്കണ്ടേ, ചന്ദ്രക്കൂറ് വെച്ച് നോക്കുമ്പോ പൊതുവെ ശനി എന്താ വെച്ചാൽ പൊതുവെ ഈ കൂറുകാർക്ക് ഈ ശനി ഒരു മറ്റേ അതിനൊരു പ്രത്യേക പേര് പറയുമല്ലോ, കേന്ദ്രാധിപത്യവും
9ഉം 10ഉം ഇതിനുള്ള അതിനൊരു ഒരു യോഗകാരകനാണ് ഈ കൂറുകാർക്ക് ശനി. അതായത് ഒരു ഗ്രഹത്തിന് കേന്ദ്രസ്ഥാനാധിപത്യവും ത്രികോണാധിപത്യവും കിട്ടിക്കഴിഞ്ഞാൽ അത് ആ യോഗകാരകനായി വരും. സോ യോഗകാരകൻ പൊതുവെ വലിയ ഉപദ്രവം ചെയ്യില്ല എന്നുള്ള ഒരു യോഗകാരകനാണല്ലോ. ഈ കൂറ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കൂറുകാർക്ക് ശനി യോഗകാരകനാണ്. ശനി ഇവിടെ പോയാലും ശനി വല്ലാണ്ട് അയാളെ ബെനിഫിറ്റ് ഒന്നും തന്നില്ലെങ്കിലും ഒരു ലിമിറ്റ് വരെ. ഇതിനകത്ത് ഒരു സംശയമുണ്ട്. ലഗ്നം എടുത്തിട്ടും ചന്ദ്രൻ ലഗ്നമായിട്ട് എടുത്ത് എന്നാണ് ഇപ്പൊ പറഞ്ഞതില്ലേ? ചന്ദ്രൻ ലഗ്നമായിട്ട്. ഇപ്പൊ ചന്ദ്രനാണോ ലഗ്നത്തിനാണോ ബലം കൂടുതൽ നോക്കാം. ഇതില് ലഗ്നത്തിന് ബലം, ചന്ദ്രന് ബലമില്ല ആക്ച്വലി. ഇതിന്റെ കുഴപ്പം ഇയാളുടെ കുഴപ്പം ഈ സർപ്പാണ്, മനസ്സിലായില്ലേ? ഇത് ഇയാളെ കൊണ്ട് കള്ളം പറയിക്കും, ഓരോന്നും ചെയ്യിക്കും, അയാളെ സ്പോയിൽ ചെയ്യിക്കും. കുറെയൊക്കെ ഇത് ഫൈറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ കുജനും സർപ്പവും തമ്മിൽ ഫൈറ്റ് ആക്ച്വലി. പിന്നെ ഈ കുജന്റെ 12ലാണ് വ്യാഴം. അപ്പോൾ ഈ വ്യാഴം നല്ലതാണെങ്കിൽ പോലും ഈ വ്യാഴത്തിന് ഫുൾ അയാൾ ഇതാക്കാൻ പറ്റില്ല ആക്ച്വലി. അപ്പോൾ ഈ ഒരു ഷഷ്ടാഷ്ടമത്തിലല്ലേ നിൽക്കുന്നത്, 6-8 പൊസിഷനിലല്ലേ. പൊതുവേ ശത്രുക്കളായ 2 ഗ്രഹങ്ങൾ ഷഷ്ടാഷ്ടമത്തിൽ നിന്ന് അതിൽ ലഗ്നം കൂടി വരുമ്പോൾ അയാൾ അതിൻ്റെ ഇടയിൽ ഇടപെട്ട് ആ ഫൈറ്റിൻ്റെ ഇടയിൽ അയാളാണതിൽ പെട്ട് ഇതാവണത് ആക്ച്വലി. അടുത്തത് ഇനി ഗുരു കുജനല്ലേ കോമ്പിനേഷൻ, അത് വരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടാവും? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലത് തന്നെയാണ്. ഗുരു ചന്ദ്രനും ബന്ധുക്കളാണ്, അത് കഴിഞ്ഞാൽ ഗുരു കുജൻ ബന്ധുക്കളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുരു സർപ്പം വരും, മനസ്സിലായില്ലേ? അല്ല, ഗുരു സർപ്പം വരില്ലല്ലോ സാറേ, അപ്പോഴും കഴിയില്ലേ? ഗുരു കുജന് കഴിയില്ലേ? അല്ല, ഗുരു സർപ്പം വരും, അതോടുകൂടി കഴിയും. ആ ഗുരു സർപ്പം ഭയങ്കര ചിലപ്പോൾ പ്രശ്നമാവും. അതാണ് ഗുരു സർപ്പം തുടങ്ങുന്നത് 2027 ആഗസ്റ്റത്തോളം. ഈ ഗുരു സർപ്പം ആഗസ്റ്റ് തുടങ്ങിയിട്ട് 2030 ജനുവരിയോടുകൂടി ജന്മശനി. ഈ ഗുരുവില് കുജനും സർപ്പവും തമ്മിലുള്ള ഒരു ട്രാൻസിറ്റ് പീരീഡ് വരുമല്ലോ. ഈ ഒരു ഭാഗം വേണമെങ്കിൽ കുറച്ച് പ്രയാസം. പൊതുവേ കുജന്റെ സർപ്പം ദശ ട്രാൻസിറ്റ് ഇതാണ്. ഇത് അന്തർദശയിലാണെങ്കിൽ പോലും ചാൻസസ് ഉണ്ട് ഈ ഒരു ട്രാൻസിറ്റ് പോയിന്റ്. ഇയാള് ഈ അച്ഛന അമ്മ ഭാര്യ ഇവരുടെ റിലേഷൻ എങ്ങനെയായിരിക്കും? രോഹിത് പറഞ്ഞു. അച്ഛൻ അമ്മ ഭാര്യ, അച്ഛൻ എല്ലാം കിടക്കാം. അച്ഛനമ്മ ഭാര്യ കുട്ടി, ഇതിൽ ആരോടാണ് അടുപ്പം കൂടുതലുണ്ടാവും? അമ്മയ്ക്ക് വേണം വലിയ കാര്യമായിരിക്കാം. അല്ല, അമ്മ ഓപ്പൺ ഡിസ്കഷൻ. അങ്ങോട്ടില്ല. അമ്മയ്ക്ക് കാരണം അമ്മയ്ക്ക് ഇങ്ങനെ ഇതിലിരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കയ്യിലിരിപ്പ് കാരണം അമ്മയ്ക്ക് മനപ്രയാസങ്ങളായിരിക്കും. ഇഷ്ടമായിരിക്കും. അല്ല, അമ്മ ടോട്ടലി ചന്ദ്രൻ ലഗ്നത്തിലേക്ക് അച്ഛൻ മാനേജ് ചെയ്യുന്നുണ്ട്, അച്ഛൻ വേറെ ജോലി ചെയ്യുന്നുണ്ട്, അച്ഛൻ മാനേജ് ചെയ്യുന്നു. പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അച്ഛൻ പോയിക്കൊണ്ടിരിക്കുക. ഭാര്യ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭാര്യയുടെ വഴിക്ക് പോയി. 7 നോക്കണ്ട. ഇയാളുടെ അതുപോലെ പാർട്ണർഷിപ്പ് 7 പിന്നെ കാരകഗ്രഹവും കാരണം 4ാം ഭാവാധിപൻ അഷ്ടമത്തില്. അതുകൊണ്ട് ഫാമിലി വൈസ് ഇതായിരിക്കും. പിന്നെ ഇങ്ങനെ ഭയങ്കര ചിലപ്പോൾ പിടിവാശി, പിന്നെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് സംസാരിക്കും. അങ്ങനെ കുജന്റെ ഇതുള്ള കാരണം അങ്ങനെ കുറച്ച് ഇതുണ്ടാവും. ഇങ്ങനെയായിരിക്കും വല്ല കുറച്ചൊരു അനാവശ്യ വിട്ടുകൊടുക്കാത്ത ഒരു ഇതുണ്ടാവും. ആക്ച്വലി പോയാൽ പോട്ടെ, ഞാൻ ഇതിന് താഴ്ന്നു കൊടുക്കണം എന്നൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്ന ഒരാളായിരിക്കും. ഈഗോ, ആവശ്യമില്ലാത്ത അനാവശ്യ ഈഗോസ് ഒക്കെ. ഒരു കുട്ടികളിലും ലഗ്നാധിപനും ഇവരും തമ്മിലും ഒരു കണക്ഷൻ ഇല്ല, മനസ്സിലായി? സന്താനങ്ങളുണ്ടാവും. സാറ് കുട്ടികളും ഇങ്ങനെ മാറിയിട്ടാണോ, മാറി നിൽക്കുകയാണോ? രോഹിത് ചെയ്ത് നിർത്താമോ? റെക്കോർഡിങ് നിർത്താമോ? പറയുമ്പോൾ പുറത്ത് കേൾക്കണം.